ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുന്നു. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, നിലവിൽ പരിശോധന തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ അപകടത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ആര്യ, എന്തായാലും ഈ ഒരു വലിയ ട്രെയിൻ അപകടം സംബന്ധിച്ചെല്ലാം തന്നെയും ഇപ്പോൾ വലിയ പ്രത്യാരോപണവും അറിവെല്ലാം തന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് അപകടത്തിൽ മരിച്ച ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ മാനസികമായ പിഴവാണ് ഈ ഒരു അപകട കാരണമെന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് റെയിൽവേ ബോർഡ് എത്തുന്നത്. ഇന്നലെ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ തന്നെ ഇന്നലെ ഈ കാര്യം വ്യക്തമാക്കുകയും ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ വ്യക്തമാക്കിയത് ഈ സിഗ്നൽ മറികടന്നുകൊണ്ട് ലോക്കോ പൈലറ്റ് ഗുഡ്സ് ട്രെയിൻ ഓടിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഇന്നലെ വൈകിട്ടോടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ അപകട സ്ഥലം സന്ദർശിക്കുകയും പിന്നീട് ഇതിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷൻ്റെ ഒരു അന്വേഷണം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഈ ഒരു അന്വേഷണം ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. ഈ അന്വേഷണത്തിന് മുൻപ് തന്നെ റെയിൽവേ ബോർഡ് തീർത്തും ഈ ലോക്കോ പൈലറ്റ് തലയിലേക്ക് ഈ ഒരു അപകടത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെട്ടിവെച്ചതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന തന്നെ ഇന്നലെ രംഗത്ത് വരികയും ഒരു അന്വേഷണത്തിന് മുൻപേ തന്നെ ഇത്തരത്തിൽ റെയിൽവേ ബോർഡിൻ്റെ ഈ ഒരു നീക്കം അത് ഈ മരിച്ചുപോയ ലോക്കോ പൈലറ്റിൻ്റെ തലയിൽ ഈ ഒരു അപകടത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെട്ടിവെക്കാനുള്ള നീക്കമാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ പറയുന്ന ചില ഗുരുതരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അപകടമുണ്ടായ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നില്ല, അത് തകരാറിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ആരോപിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു മേഖലയിലൂടെ സിഗ്നൽ മറികടക്കാനുള്ള അനുമതി ഇത്തരത്തിൽ രേഖാമൂലം നൽകിയിരുന്നു. അതായത് ഈ ഇത്തരത്തിൽ റാണി പത്രയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് ഇത്തരത്തിലൊരു അനുമതി ഈ ലോക്കോ പൈലറ്റിന് നൽകിയത്. അത് TA 912 എന്ന രേഖാമൂലമുള്ള അധികാരം, അതായത് ഈ സിഗ്നൽ മറികടന്ന് ഈ ചുവപ്പ് സിഗ്നലിൽ പോലും അത് മറികടന്ന് പോകാനുള്ള അധികാരം നൽകുന്ന ഈ TA 912 എന്ന രേഖാമൂലമുള്ള അധികാരം കൈമാറിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ റെയിൽവേയുടെ വലിയൊരു പിഴവ് തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ മേഖലയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതമെല്ലാം തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി അപകടങ്ങളാണ്, പ്രത്യേകിച്ച് ഈ സിഗ്നലിലെ പിഴവ് മൂലമുണ്ടായ നിരവധി അപകടങ്ങൾ, പ്രത്യേകിച്ച് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അപകടങ്ങൾ ഉണ്ടായത് നിരവധിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ജൂൺ 2-ാം തീയതിയാണ് ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 296 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അന്നും ഈ സിഗ്നൽ സംവിധാനം മൂലമുണ്ടാകുന്ന പിഴവുകൾ എല്ലാം തന്നെ നികത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ 3-ാം മോദി സർക്കാരിലും റെയിൽവേ മന്ത്രി. പക്ഷേ ഇപ്പോഴും ആ ഒരു പാകപ്പിഴകളെല്ലാം തന്നെയും പരിഹരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു തിക്താനുഭവം തന്നെയാണ് ഇന്നലെ ബംഗാളിലും ആവർത്തിച്ചത്. എന്തായാലും വലിയ ആരോപണമായി ഉന്നയിച്ചുകൊണ്ടെല്ലാം തന്നെയും ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പുറത്തു വരാനുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ എന്താണ് അപകട കാരണമെന്നെല്ലാം തന്നെയും ഒരു നിഗമനത്തിലെത്തൂ. ഇപ്പോൾ നിലവിൽ റെയിൽവേ ബോർഡ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ മാനസികമായ പിഴവാണ് ഈ ഒരു അപകട കാരണമെന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് റെയിൽവേ ബോർഡ്. പൂർണ്ണമായും ഈ ലോക്കോ പൈലറ്റിലേക്ക് ചുമത്തിക്കൊണ്ട് റെയിൽവേ കൈകഴുകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത്. ആര്യ, സിബി, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എത്ര പേർക്ക് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായി? ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എപ്രകാരമാണ്? ഇതിൽ 15 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ 60-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 9 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ഇന്നിപ്പോൾ രാവിലെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിലേക്ക് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു. 3 ബോഗികൾ പാളം തെറ്റി. ഈ ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ പുറത്തെത്തിച്ചത്. ആദ്യം 8 പേർ എന്ന് പറഞ്ഞാലും പിന്നീട് മരണസംഖ്യ ഉയരുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 9 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ആര്യ.